ഹായ് ഓൾ, വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ഇന്ന് നമ്മൾ കാണുന്നത് സിലോയിസത്തിൻ്റെ 7ാമത്തെ ഷോർട്സാണ്. ഇന്ന് നിങ്ങൾ കാണുന്നത് സിലോയിസത്തിൽ നിങ്ങൾ തെറ്റുകൾ വരുത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ കുട്ടികളും ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാകാതാണ് ഇത് ചെയ്യുന്നത്. സോ നമുക്കതിലേക്ക് കിടക്കാം. ആൻഡ് കൺസെപ്റ്റ് ഞാനൊന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ വിശദമായിട്ട് അത് പറഞ്ഞില്ല. നോ എ ഈസ് ബി, അതാണ് കൺസെപ്റ്റ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോ എ ഈസ് ബി. അതിൻ്റെ ഡയഗ്രാം ഇതാണ്. ഇവിടെ എന്താണ് ഇതെന്ന് ചോദിച്ചാൽ, എല്ലാ കുട്ടികളുടെയും തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, നോ എ ഈസ് ബി എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ റിലേഷൻ ഇല്ലെന്നാണ് അവർ പറയുന്നത്. റിലേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് നോ എന്നല്ല വരുന്നത്. അതെപ്പോഴും ഓർത്തോളുക. റിലേഷൻ ഇല്ല മീൻസ് സിലോയിസത്തിൻ്റെ ലാംഗ്വേജ് ഇതാണ്, കാൺ സേ. അതാണ് ഒരു റിലേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ. എന്നാൽ നോ എന്താണ്? നോ എന്താണെന്ന് ചോദിച്ചാൽ അത് എയും ബിയും തമ്മിൽ നോ റിലേഷൻ, അതായത് ശത്രുതയാണെന്നാണ്. അതാണ് ഇത് ചെയ്യുന്നത്, അതാണ് ഈ കാണിക്കുന്നത്. സോ അതിന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വ്യക്തമായിട്ട് എഴുതാം. നോ എ ഈസ് ബി മീൻസ് 100% എ, നോ റിലേഷൻ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിത്ത് 100% ബി, ഇതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നിങ്ങൾ കാണുന്ന പോലെ ഇവർ തമ്മിൽ റിലേഷൻ ഇല്ലെന്നല്ല അതിനർത്ഥം. എയുടെ 100% ബിയുടെ എല്ലാവരുമായിട്ടും എനിമിയാണ്, ശത്രുതയാണ്. ആ തൽഫലമായിട്ട് ഇവരിൽ ഒരാൾ പോലും അകത്തേക്ക് കയറില്ല, ഇവരിലൊരാളും തിരിച്ചും കോണ്ടാക്റ്റ് കാണത്തില്ല. അതാണ് റിലേഷൻ. എന്നാൽ റിലേഷൻ ഇല്ല എന്ന് പറയുന്ന കാൺസേ എന്ന് പറയുന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണ. എവിടെയാണെന്ന് ചോദിച്ചാൽ, സം എ ആർ ബി, സം സി ആർ ഡി, സം ബി ആർ സി, ഓൾ സി ആർ ഡി. ഇത് കണ്ടില്ലേ? ഇതിൽ എയും ഡി ആയിട്ട് എന്താ റിലേഷൻ? ഇവിടെയാണ് നമുക്ക് പറയുന്നത് എയും ഡിയുമായി നോ റിലേഷൻ മീൻസ് കാണ്ട് സേ. ഇവർ തമ്മിൽ ബന്ധമേ ഇല്ല. എന്നാൽ ഇതങ്ങനെയല്ല, ഇവർ തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ പേരാണ് എനിമി, നോ റിലേഷൻ. ഇത് പല കുട്ടികളും ഇതിൻ്റെ മനസ്സിലാക്കാൻ തെറ്റുവരുത്തുന്നതാണ്. അതുകൊണ്ട് ഇത് ശരിക്ക് മനസ്സിലാക്കിക്കൊള്ളുക. നോ എ ഈസ് ബി ഈസ് ഈക്വൽ ടു നോ ബി ഈസ് എ. ഇത് റിവേഴ്സിബിളും കൂടാണ്. താങ്ക് യു.